ഒരുപാട് ക്രൈസ്തവ സഹോദരന്മാർക്ക് മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരാളാണ് ഞാൻ. കാരണം ഒരു കാലത്ത് വഖഫ് വിഷയവും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് സമന്വയത്തിൽ തീരണം, രണ്ട് ന്യൂനപക്ഷ സമൂഹങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടരുത്, അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കരുത്, ആ ഭിന്നിപ്പുണ്ടാക്കുന്നവരെ സൂക്ഷിക്കണം, അവരാരും ഏതെങ്കിലും വിഭാഗത്തിൻ്റെ സംരക്ഷകരോ അവരെ നിലനിർത്താനോ വളർത്താനോ വേണ്ടി വരുന്നവരല്ല, അവർക്കെല്ലാം ഗൂഢലക്ഷ്യങ്ങളാണുള്ളത്, പരസ്പരം ആക്ഷേപിക്കരുത്, പരസ്പരം വിദ്വേഷിക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിക്രൂരമായിട്ടാണ് പലപ്പോഴും ഞാൻ കൈകാര്യം ചെയ്യപ്പെട്ടത്. പല കോണുകളിൽ നിന്ന്, പല രീതിയിൽ, പല പരാതികളുടെ രൂപത്തിൽ, പല നടപടികളുടെ രൂപത്തിൽ ഒക്കെ എനിക്ക് വിധേയമാകേണ്ടി വന്നു. പക്ഷേ അന്നും ഞാൻ പറഞ്ഞ ശബ്ദം അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇന്ന് ആ ശബ്ദത്തിന് അതിലേറെ പ്രസക്തിയുണ്ട്. വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോൾ ആ നിയമത്തെ പിന്തുണച്ച് എല്ലാവരും രംഗത്തെത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഒരിക്കലും ഈ രാജ്യത്തുണ്ടായില്ല. പക്ഷേ ചില ക്രൈസ്തവ സമുദായത്തിൻ്റെ നേതാക്കളും അത്തരം ആളുകളും ഇത് പാഠം പഠിപ്പിക്കണം, ഇവരെ ഉന്മൂലനം ചെയ്യണം, ഇതില്ലാതാക്കണം, വഖഫ് അന്യായമാണ്, അത് അനീതിയാണ്, അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അന്നും ഞാൻ പറഞ്ഞു, നിങ്ങൾ അത്തരം ചേരികളിൽ കൂടരുത്, നിങ്ങൾ അതുപോലെ വിദ്വേഷികളോടൊപ്പം ചേരരുത്, ഇത് ഭിന്നിപ്പിച്ച് നശിപ്പിക്കാനുള്ള ഗൂഢതന്ത്രമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ജിഹാദികളും ക്രൈസ്തവ വിരുദ്ധരും ഒക്കെ ആയിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരന്മാരെ, ഇപ്പോൾ വർത്തമാനകാലത്തെ ഇന്ത്യയുടെ സ്ഥിതി എന്താ? ഇത് ആവർത്തിച്ച് പറഞ്ഞ ഒരാൾ അലക്സാണ്ടർ ജേക്കബ് എന്ന് പറയുന്ന ഒരു മുൻ DGP ആണ്. അദ്ദേഹത്തെയും നിങ്ങളിൽ പലരും പല വേദികളിലും പല വീഡിയോകളിലും ഒക്കെ തെറി വിളിച്ചു. അദ്ദേഹം പറഞ്ഞതെന്താ? ഒരു പ്രബലമായ ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിം സമൂഹത്തെ നിശബ്ദമാക്കിയാൽ അടുത്തത് ഇത് പതിക്കാൻ പോകുന്നത് ക്രൈസ്തവ സമൂഹത്തിലേക്കാണ്, പിന്നെ അത് വരാൻ പോകുന്നത് പിന്നോക്ക സമുദായത്തിലേക്കാണ്. ആ തുടർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന മുസ്ലിം മതന്യൂനപക്ഷങ്ങൾക്ക് മേൽ വഖഫ് ഭേദഗതിയും മറ്റു പലതും കൊണ്ടുവന്ന് വർഷങ്ങളോളം പഴക്കമുള്ള വഖഫ് വിഷയങ്ങളെ തർക്ക വിഷയങ്ങളാക്കി കുത്തിപ്പൊക്കിയിട്ട് അതിൻ്റെ പേരിൽ കേരളത്തിൽ പോലും വളരെ സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന 4-ാം വേദക്കാരെന്നും 5-ാം വേദക്കാരെന്നും അല്ലെങ്കിൽ വേദക്കാരെന്നൊക്കെയുള്ള പൊതുപേരുകളിൽ കഴിഞ്ഞിരുന്നവരെ ഒക്കെ തമ്മിൽ ഭിന്നിപ്പിച്ച് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നെന്ന പ്രതീതി ഉണ്ടാക്കി, സംരക്ഷിക്കാൻ ഞങ്ങളുണ്ടെന്ന പ്രതീതി ഉണ്ടാക്കി, അവിടെ പ്രസംഗങ്ങൾ വെച്ച് കേന്ദ്രമന്ത്രി വന്ന് ഉറപ്പ് തന്ന് പിടിച്ചെടുത്തതിൻ്റെ ഉടമ്പടിയും രേഖകളും തരാമെന്ന് പറഞ്ഞ് ഒക്കെ കബളിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ട് ആദ്യം ഒരു മതപരിവർത്തന നിയമം കൊണ്ടുവന്ന് ക്രൈസ്തവ സമൂഹത്തെ ഏത് തരത്തിലും പൂട്ടാവുന്ന ഒരു രൂപത്തിലേക്ക് എത്തിച്ചു. അതിൻ്റെ പല വിഷയങ്ങളും പല സമൂഹങ്ങളിലും ഉണ്ടായി. അങ്ങ് ജാർഖണ്ഡിലുണ്ടായി, ജബൽപൂരിലുണ്ടായി, ഉത്തരേന്ത്യയിലാകെ ഉണ്ടായി. അങ്ങനെ അവരെ ആക്രമിച്ചപ്പോഴും ഈ ക്രൈസ്തവ വിഭാഗത്തിലെ ചില അടിമകൾ അന്നേരവും ശബ്ദം ഉണ്ടാക്കി പറഞ്ഞു, അത് അവരതിന് നടക്കുന്നത് കൊണ്ടല്ലേ, അവരതിൻ്റെ പിന്നാലെ പോകുന്നത് കൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും എന്നെപ്പോലുള്ളവൻ പറഞ്ഞു, അത് ആരുടെയും പിന്നാലെ പോകുന്നതുകൊണ്ടല്ല, അതൊക്കെ ഒരു വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ പ്രിൻ്റ് ഓഫ് ആക്ഷനാണ്, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും, അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എന്ന് ആവർത്തിച്ച് പറഞ്ഞതിൻ്റെ ഏറ്റവും പുതിയ സംഗതിയാണ് FCRA നിയമത്തിലുണ്ടാക്കിയിരിക്കുന്ന പുതിയ ഭേദഗതി. ഇത് ഒരു സങ്കീർണമായ ആലോചനയും കൂടാതെ എന്ത് ലക്ഷ്യത്തിലാണ് ഉണ്ടാക്കിയതെന്ന് വളരെ കൃത്യമാണ്. ഇന്നലെ തറയിൽ പിതാവ് വളരെ കൃത്യമായി അതിനോട് പ്രതികരിച്ചു. ആദ്യം FCRA നിയമങ്ങളൊക്കെ റദ്ദാക്കി, അതിലെ പണം വരുന്നതിനെ നിയന്ത്രിച്ചു. എല്ലാ പ്രാദേശിക ബാങ്കുകളിൽ നിന്നും അക്കൗണ്ടുകൾ സെൻട്രലൈസ്ഡ് ആയിട്ട് ഡൽഹി SBIയിലേക്ക് മാറ്റി, അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ട് അതിലൂടെ വരുന്ന ഫണ്ടുകളെല്ലാം പല നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് അതിനെ വേറൊരു രൂപത്തിലേക്ക് മാറ്റി. ഇപ്പോൾ ദേ പുതിയ ഭേദഗതി. എന്താണ് ആ ഭേദഗതി? ഈ പുതിയ ഭേദഗതി പ്രകാരം FCRA പണം ഉപയോഗിച്ച് ഇവിടെ നിർമ്മിച്ച നിർമ്മിതി, ആ പണം നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തിയാൽ അതുകൊണ്ടുണ്ടാക്കുന്ന ഏത് അസറ്റും ടേക്ക് ഓവർ ചെയ്യാൻ, പിടിച്ചെടുക്കാൻ, അത് പരിശോധിക്കാൻ ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയും അത് പിന്നീട് നടത്താൻ ഒരു അഡ്മിനിസ്ട്രേറ്ററെയും വെക്കുന്ന പ്രൊവിഷനാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ആർക്കെതിരെയാണെന്ന് വളരെ വ്യക്തമല്ലേ? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്ന പല ഹോസ്പിറ്റലുകളുണ്ട്. ബെൻസിയർ ഹോസ്പിറ്റൽ, അതുപോലെ ഹോളി ക്രോസ് ഹോസ്പിറ്റൽ കൊട്ടിയം, അതുപോലെ പല ഹോസ്പിറ്റലുകൾ, അതൊക്കെ പലതും ചർച്ച് ബേസ്ഡ് ആണ്. ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഹോസ്പിറ്റലുണ്ട്. ഇതിലൊക്കെ ഫോറിൻ ഫണ്ട് ഉണ്ട്.
പല രാജ്യങ്ങളിൽ നിന്ന് വന്ന പണമുണ്ട്. അത് സേവന പ്രവർത്തനങ്ങൾക്കുമൊക്കെയായി മിഷണറീസ് ചാരിറ്റി ആക്ടിവിറ്റീസിന് പോയി മൊബിലൈസ് ചെയ്ത് കൊണ്ടുവന്ന ഫണ്ടാണ്. അതിലൊരു പരാതി, ഈ പണം നിയമവിരുദ്ധമാണ്. ആ നിയമവിരുദ്ധത പരിശോധിക്കാൻ ആരാണ്? ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റി. അവരത് പരിശോധിക്കുന്നു. അത് നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തിയാൽ, ആ നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തിയ പണം ഉപയോഗിച്ച് നിർമ്മിച്ച ആ സാധനമോ ഉപകരണമോ മാത്രമല്ല, അതിനെ മൊത്തം ഇങ്ങ് ടേക്ക് ഓവർ ചെയ്യുക. എന്നിട്ട് അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റർ പോസ്റ്റ് ചെയ്യുക. അത്തരം പ്രൊവിഷനുകൾ ഇട്ട് കൊണ്ടുവരുന്നൊരു നിയമത്തിൻ്റെ ലക്ഷ്യമെന്താണ്? ഇത് വളരെ കൃത്യമല്ലേ? അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. ഇനി അതിനുമപ്പുറമുണ്ട്. ഇത് മുസ്ലിങ്ങളുടെ കഴിഞ്ഞു, ക്രിസ്ത്യാനികളുടെ ഊഴം ഏതാണ്ട് പൂർണ്ണമായിക്കൊണ്ടിരിക്കുന്നു. അടുത്ത പിന്നോക്കക്കാരിലേക്ക് വന്ന് അവരുടെ സംവരണവും കൂടി അങ്ങെടുത്തു മാറ്റുന്നതിലൂടെ ഈ പറഞ്ഞ ആരാണോ ഈ രാജ്യത്തെ വളരെ നിഗൂഢമായി ഭരിക്കുന്നത് അവരുടെ തന്ത്രങ്ങളുടെ ഒരു സ്റ്റേജ് പൂർത്തിയാവും. പിന്നീടാണ് അടുത്ത സ്റ്റേജിലേക്കുള്ള യാത്ര. ഏതായാലും ക്രൈസ്തവ സഹോദരന്മാർ ഇപ്പോഴെങ്കിലും ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഈ നിയമം പിൻവലിച്ച് സ്വാഭാവികമായി ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആശങ്ക, അത് വെറുതെ കേക്ക് വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത് ഈ പറയുന്ന ഒരു തിരുനാളിന് തലയിൽ ചൂടാനുള്ള ഒരു സംഗതി കൊണ്ട് കൊടുത്ത് അങ്ങനെയൊന്നും ചെയ്ത് കളിപ്പിക്കുന്നത് കൊണ്ടോ നിങ്ങളുടെ കൂടെ വന്ന് കുരുത്തോല പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല നിങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. ഇത് കെ സി വേണുഗോപാൽ പറഞ്ഞതുപോലെ ആത്യന്തികമായ ജനിതക ഘടനയുടെ വിഷയമാണ്.